ഭീകരവാദികളെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് ശ്രീനഗർ പോലീസിൻ്റെ പാരിതോഷിക പ്രഖ്യാപനമുണ്ട്. ഇത് അവരുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. 1500ഓളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും മാത്രമല്ല, നേരത്തെ ബൽറാം നിൽക്കുന്ന ബൈസരൺ വാലി ഇഞ്ച് ബൈ ഇഞ്ചായി സൈന്യം അരിച്ചു പറക്കുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീഡ് ഈ ഭീകരവാദികൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചുണ്ടോ ബൽറാം അറിയാൻ കഴിയുന്നുണ്ടോ? ഹഷ്മി, നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രദേശവാസികളെയും കുതിരക്കാരെയും അടക്കമുള്ളവരെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പോലീസ് ഈ ഘട്ടത്തിൽ തയ്യാറല്ല. അത് ഇതിന്റെ അന്വേഷണ പുരോഗതിയെ ഉൾപ്പെടെ ബാധിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബൈസരൺ വാലിയിലെ ഓരോ ഇഞ്ചും അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനായി പ്രത്യേക സംഘങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 2 തവണ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഈ മേഖലയിൽ നടത്തിയിരുന്നു. ഇതുകൂടാതെ മറ്റ് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, പ്രത്യേക വാഹനങ്ങൾ, ഈ വനമേഖലയിലൂടെ സഞ്ചരിക്കാൻ കഴിയാവുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ പോലെ തന്നെ തിങ്ങി നിറഞ്ഞ പൈൻകാടുകളിലാണ് ഈ തെരച്ചിൽ നടത്തേണ്ടത്. വിദൂരതയിൽ നിന്നും നോക്കിയാൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. കുന്നിൻ ചെരിവാണ്, അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൈൻമരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തും എത്തി പരിശോധിക്കുമ്പോൾ മാത്രമേ അവിടെ ഈ ഒളിത്താവളങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെ എത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം മനുഷ്യസാധ്യമായി ഇത് സാധ്യമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ CRPF ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിച്ചുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഈ മേഖല വിട്ട് ഭീകരർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് ജമ്മു കശ്മീർ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് ഈ തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നതും കൂടുതൽ സൈനികരെ വിന്യസിച്ചുള്ള തെരച്ചിൽ നടപടികൾ ഇപ്പോഴും ഊർജിതമായി തന്നെ നടത്തുന്നതും. അതിൽ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോകളും ഒപ്പം CRPF ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരാണ് ഈ തെരച്ചിൽ ഇപ്പോഴും ഈ മേഖലയിൽ നടത്തുന്നത്. ഈ ബൈസരൺ വാലി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് ഇത് തെരച്ചിൽ ഏറ്റവും ദുർഘടമാക്കി മാറ്റുന്നത്. ഈ ആക്രമണം നടന്ന പിക്നിക് സ്പോട്ട്, അതിൽ 3 വശവും ഏതാണ്ട് പൂർണ്ണമായും ഇത്തരത്തിൽ ഈ പൈൻകാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടേക്ക് വേണമെങ്കിലും ഒരു ഒളിത്താവളം ഈ ഭീകരർക്ക് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് തയ്യാറാക്കാവുന്നതാണ്. അവിടെ ഒളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ടാകുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. ഇവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള ലീഡുകൾ അത് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ പോലീസിന് ഉണ്ട്. കാരണം 2-3 ദിവസത്തിലപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒളിത്താവളത്തിൽ ഇവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അത്രത്തോളം ആഴത്തിലുള്ള ഇഞ്ച് ബൈ ഇഞ്ച് എന്ന തരത്തിലുള്ള ഒരു തെരച്ചിൽ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഇതിൽ ഭീകരവാദികളെ വലയിലാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. സമാനമായി തന്നെ മറ്റിടങ്ങളിലും ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദ സാന്നിധ്യം കണ്ടെത്തിയ മറ്റിടങ്ങളിലും തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഹഷ്മി, ബൽറാം നെടുങ്ങടിയാണ് പഹൽഗാമിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ ബൽറാം പറയുന്ന പോലെ ഒരു ഇഞ്ച് പോലും വിട്ടുപോകാതെ വളരെ കർശനമായ, വളരെ തറവായ കോമ്പിങ്ങാണ്, തെരച്ചിലാണ് ഇപ്പോൾ ശ്രീനഗർ പോലീസും സൈന്യവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരരെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസ് ബൈസരൺ വാലിയിൽ നിന്ന് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവർ എവിടെയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ.